സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് അടിപൊളി ഒരു മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നല്ല റേഷൻ്റെ അരി അതിൻ്റെ ചോറും മത്തിക്കറിയാണെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പുതിയ ചട്ടിയാണ്, ഓണത്തിന് വാങ്ങിയ ചട്ടി കേട്ടോ. അത് മയക്കി ആദ്യമായിട്ടാണ് ഇതിൽ കറി വയ്ക്കുന്നത്. അപ്പോൾ അത് മയക്കുന്നൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. 3 പച്ചമുളകും കുറച്ച് ഇഞ്ചി. പച്ചമുളക് ഇവിടുത്തെ പച്ചമുളക് തന്നെയാണ്, വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അതൊന്ന് വാടി വരട്ടെ. വാടി കഴിഞ്ഞാൽ നമുക്ക് ചുവന്നുള്ളി നടു കീറി വെച്ചിട്ടുണ്ട്. ഒരു സുമാറ് കണക്കാണ്. അപ്പോൾ അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 4 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ, ചുവന്നുള്ളിയുടെ കൂടെ. അപ്പോൾ അത് നന്നായിട്ട് വഴന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഏതാണ്ട് നന്നായി വഴന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി, ഇത് രണ്ടും കൂടിയ മുളക് പൊടി കേട്ടോ. കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മളെ വറ്റൽ മുളക് പൊടി. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/2 സ്പൂണ് വറ്റൽ മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഉപ്പും ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇടാം കേട്ടോ. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവാണ്, പക്ഷെ നല്ല കൊഴുപ്പും ഉണ്ടാവും, കളറും ഉണ്ടാവും കറിക്ക്. പൊടിയൊക്കെ ഒന്ന് വാട്ടി കഴിഞ്ഞാൽ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുടംപുളി ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ രണ്ടും ഉപയോഗിക്കലുണ്ട്. ഞാനിന്ന് വാളൻ പുളിയാണ് എടുക്കുന്നത്. ഇനി ഇത് നന്നായി തിളച്ചൊന്ന് സെറ്റായിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. 6 മത്തിയാണ് നന്നാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പഞ്ഞിലും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് ഉലുവപ്പൊടി ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്താൽ നമ്മളെ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.
അപ്പോൾ റേഷൻ കടയിലത്തെ അരിയുടെ ചോറാണ്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയും. പണ്ട് ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മളെ ഭക്ഷണങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.